എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കാനും മറക്കല്ലേ. നിങ്ങളുടെ കയ്യിലെത്തുന്ന പണം വേഗത്തിൽ തന്നെ നഷ്ടപ്പെടുന്നുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. ധനം വർദ്ധിപ്പിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ലക്ഷ്മി കടാക്ഷമില്ലാതെ സമ്പത്ത് വർദ്ധിക്കുന്നത് അസാധ്യമാണ്. അതിനായി നമ്മുടെ വീടുകളിൽ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മിയെ ഭജിക്കുക. എള്ളെണ്ണയും നെയ്യും ഒഴിച്ച വിളക്ക് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുൻപിൽ വച്ച് പ്രാർത്ഥിക്കാം. ദേവിക്ക് ഇഷ്ടമാണ് മഞ്ഞളും കുങ്കുമവും. അത് വെച്ച് നമുക്ക് കുറി വരയ്ക്കാം. പിന്നെ മണമുള്ള പൂമാലകൾ ചൂടിയും സാമ്പ്രാണിത്തിരി കത്തിച്ചൊഴിക്കും പ്രാർത്ഥിക്കാം. പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ നൈവേദ്യം ദേവിക്ക് നേദിക്കാം. വടക്കോട്ട് ദർശനമായി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നമ്മൾ പണം സൂക്ഷിക്കുന്ന പെട്ടി വയ്ക്കുക. ഇത് കുബേരൻ്റെ ദർശനം ലഭിക്കുവാനും ധനം കൂടുതൽ ആകർഷിക്കുവാനും സഹായിക്കുന്നു. ഈ പണപ്പെട്ടിയുടെ മുൻപിലായി ഒരു കണ്ണാടി വയ്ക്കുന്നത് വളരെ ഭാഗ്യമാണ്. അതുപോലെ നമ്മുടെ പൂജാമുറിയിലും ഒരു കണ്ണാടി പാത്രത്തിൽ നാണയങ്ങൾ ഇട്ട് വച്ച് അതിന് മുൻപിൽ ഒരു കണ്ണാടി വയ്ക്കുന്നതും നല്ലതാണ്. മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ കൊണ്ടാകുന്ന ദാനങ്ങൾ ചെയ്യുക. ഇത് ലക്ഷ്മി പ്രീതിക്ക് കാരണമാകുന്നു. നിങ്ങൾക്ക് കഴിയുന്ന വെള്ളിയാഴ്ചകളിൽ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾക്ക് മഞ്ഞ വസ്ത്രമോ പണമോ മധുരമോ അങ്ങനെ എന്തെങ്കിലും ദാനമായും കൊടുക്കാം. പിന്നെ വീടിന് മുൻവശത്ത് തുളസിച്ചെടി നട്ടുപിടിപ്പിച്ച് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും ശക്തിയേറിയ ഒന്നാണ് ശ്രീയന്ത്രം. ഈ ശ്രീയന്ത്രം ധനം, സന്തോഷം, സമാധാനം എന്നിവ വർദ്ധിപ്പിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ജീവിത വിജയം കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ സമ്പത്ത് വർദ്ധിക്കുകയും ദാമ്പത്യ ജീവിതം സുദൃഢമാക്കുകയും ജീവിതത്തിന് കെട്ടുറപ്പും സമാധാനവും കൈവരികയും ചെയ്യുന്നു. മന്ത്രങ്ങൾ ശരിയായ ഉച്ചാരണത്തോടെ ജപിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും സ്നേഹവും സമാധാനവും നൽകുന്നു. ലക്ഷ്മി കുബേര മന്ത്രം. ഇത് വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ലക്ഷ്മി ദേവിയെയും കുബേരനെയും ഒരുമിച്ച് ഭജിക്കുന്ന ഈ മന്ത്രത്താൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റുവാൻ സാധിക്കുന്നതാണ്. കടങ്ങൾ വീട്ടുവാനും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നു. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ നമഃ എന്ന് 108 തവണ രാവിലെയോ വൈകിട്ടോ പൂജാമുറി വിളക്ക് കൊളുത്തി നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരുന്നതായിരിക്കും.